Practical question number 1. In a factory following the job costing method, an abstract from the work in progress as on 30th September was prepared as under. So job number, 3 job ഉണ്ട് 115, 118, 120. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് അവേഴ്സ്, ലേബർ, ഫാക്ടറി ഓവർഹെഡ്സ് അപ്ലൈഡ് തന്നിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഒക്ടോബർ. സോ ഒക്ടോബറിൽ യൂസ് ചെയ്തത് സെപ്റ്റംബറിലെ ഡേറ്റയാണ്. ഇത് ഒക്ടോബറിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ഡേറ്റയാണ് ഓരോ ജോബിനും. ജോബ് നമ്പർ 118, 120, 121, 124. ദെൻ സമ്മറി ഫോർ ലേബർ ആർസ് ഡിപ്ലോയിഡ് ഡ്യൂറിങ് ഒക്ടോബർ ഇസ് ആസ് അണ്ടർ. സോ ഒക്ടോബറിൽ ലേബർ ആർസ് തന്നിരിക്കുന്നത്. ജോബ് നമ്പർ 115, 118, 120, 121. നമ്പർ ഓഫ് അവേഴ്സ് തന്നിട്ടുണ്ട്. ഇത് അവേഴ്സ് തന്നിരിക്കുന്നത്. ഷോപ്പ് എ 25 hours വർക്ക് ചെയ്തു. ജോബ് നമ്പർ 115 വേണ്ടി. ഷോപ്പ് ബിയുടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. Then indirect labor, waiting for material, machine breakdown, idle time, overtime premium ഒക്കെ തന്നിട്ടുണ്ട്. A shop credit slip was issued in October. That material issued under requisition number 54 was returned back to stores as being not suitable. So material requisition number 54 they are returned back to stores. Job number 18 ആയിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതാണ്. സോ ഈ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതേപോലെ തന്നെ എ മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ഇഷ്യൂഡ് ഇൻ ഒക്ടോബർ ഇൻഡിക്കേറ്റഡ് ദാറ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് അണ്ടർ റിക്വസിഷൻ നമ്പർ 55 വാസ് ഡയറക്റ്റഡ് ടു ജോബ് 124. സോ ജോബ് 118 ഇഷ്യൂ ചെയ്തത്. പക്ഷേ മെറ്റീരിയൽ ഇഷ്യൂഡ് അണ്ടർ റിക്വസിഷൻ നമ്പർ 55 ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ജോബ് നമ്പർ 124. സോ 118 ജോബിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യാനും ഈ 425 എടുക്കില്ല. The hourly rate in shop A per labor hour is 3 per hour, while at shop B it is 2 per hour. So shop Aയുടെ hourly rate എന്ന് പറയുന്നത് 3 per hour rupees, shop Bയുടെ 2 per hour. നമ്പർ ഓഫ് hours തന്നിരിക്കുന്നത്. കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ജോബ് നമ്പർ 115 ആണെങ്കിൽ കോസ്റ്റ് 25 into 3 plus 25 into 2 ആണ് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ലേബർ കോസ്റ്റ്. The factory overhead is applied at the same rate as in September. So ഒക്ടോബറിൽ സെയിം റേറ്റിലാണ് അപ്ലൈ ചെയ്തത്. ജോബ് 115, 118 and 120 were completed in October. So ഒക്ടോബറിൽ ഏതൊക്കെ ജോബാണ് കംപ്ലീറ്റ് ചെയ്തത്? 115, 118, 120. സോ അതിൻ്റെ കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കി ജോബ്സ് 124 ഒക്കെ തന്നിട്ടുണ്ട്, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. You are asked to compute the factory cost of completed jobs. So ഈ 3 ജോബ്സിൻ്റെ ഫാക്ടറി കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ടു പുട്ട് എ 10% ഓൺ ദ ഫാക്ടറി കോസ്റ്റ് ടു കവർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഇൻവോയ്സ് ദ ജോബ് ടു കസ്റ്റമർ ഓൺ എ ടോട്ടൽ കോസ്റ്റ് പ്ലസ് 20% ബേസിസ്. സോ ഫാക്ടറി കോസ്റ്റിൻ്റെ 10% അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആ ടോട്ടൽ കോസ്റ്റ് പ്ലസ് 20% പ്രോഫിറ്റ് ആണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിന് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദ ഫാക്ടറി കോസ്റ്റ് ഓഫ് കംപ്ലീറ്റഡ് ജോബ്. കംപ്ലീറ്റഡ് ജോബ് ഏതൊക്കെയാണ്? 115, 118, 120. സോ സെപ്റ്റംബർ മന്തിൽ 115 ജോബ് നമ്പർ 115ൻ്റെ സെപ്റ്റംബർ മന്തിലെ കോസ്റ്റ് ആദ്യം നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് 1325. സോ മെറ്റീരിയൽ കോസ്റ്റ് 1325. Labor cost 800, labor cost 800, then factory overhead 640, factory overhead 640, total 2765. then ഒക്ടോബറിൽ ജോബ് നമ്പർ 115ൻ്റെ കോസ്റ്റ് എത്രയാണ്? ഒക്ടോബറിൽ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നില്ല. സോ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നില്ല. ദെൻ ലേബർ കോസ്റ്റ് 115 ജോബ് നമ്പറിൻ്റെ ലേബർ കോസ്റ്റ് ഉണ്ട്. ഷോപ്പ് എ 25 hours, സോ 25 into 3 per hour plus shop B 25 hours, 25 into 2 hours. So 25 into 3 plus 25 into 2 ചെയ്യുമ്പോൾ 125 ആണ് ലേബർ കോസ്റ്റ്. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ ഡയറക്റ്റ് സെപ്റ്റംബർ മന്തിലെ റേറ്റിൽ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെപ്റ്റംബർ മന്തിലെ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല. സോ സെപ്റ്റംബർ മന്തിലെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ റേറ്റ് കിട്ടും. അതായത് 640 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100 ചെയ്യുമ്പോൾ റേറ്റ് 80% കിട്ടും. ഓക്കെ, 80%
ഒക്ടോബർ മന്തിൽ ലേബർ കോസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്ടോബർ മന്തിൽ ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മന്തിലെ റേറ്റിൽ തന്നെയാണ് ഒക്ടോബറിലും ഫാക്ടറി ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമുക്ക് അസംഷൻ എടുക്കാം. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ഫാക്ടറി ഓവർ ഹെഡ് വിച്ച് ഹാസ് ബീൻ റിക്കവേർഡ് ആസ് 80% ഓഫ് ലേബർ കോസ്റ്റ്. 80% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? 640 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100. ഓക്കെ, സോ ഫാക്ടറി ഓവർ ഹെഡ് ഒക്ടോബറിൽ എന്ത് വരും? 80% ഓഫ് ലേബർ കോസ്റ്റ്, 80% ഓഫ് 125, 100 വരും. സോ ടോട്ടൽ എമൗണ്ട് 225 ആണ് ഫാക്ടറി കോസ്റ്റ് ഓഫ് ഒക്ടോബർ. ടോട്ടൽ 2990. ദ നെക്സ്റ്റ് ജോബ് 118ൻ്റെ സെപ്റ്റംബർ മന്തിൽ നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് 810, ലേബർ 500, ഫാക്ടറി ഓവർ ഹെഡ് 400. സോ ടോട്ടൽ 1710. ദെൻ ഒക്ടോബറിലെ ജോബ് നമ്പർ 118ൻ്റെ കോസ്റ്റ് എത്രയാണ്? 180 ജോബ് നമ്പർ. മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ 54ഉം 55ഉം വരുന്നത് ഒന്ന് റിട്ടേൺ ചെയ്തു, ഒന്ന് ജോബ് നമ്പർ 124ലേക്ക് കൊടുത്തു. സോ നമുക്ക് വേണ്ടത് ഇവിടെ ജോബ് നമ്പർ 118ൻ്റെ ആണ്. സോ 56 റിക്വസിഷൻ വരുന്ന 515 ആണ് ഒക്ടോബറിലെ മെറ്റീരിയൽ കോസ്റ്റ്. 515 ആണ് ഒക്ടോബറിലെ മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ഒക്ടോബറിലെ ഡയറക്റ്റ് ലേബറോ 118 ജോബിൻ്റെ 90 ഇൻറ്റു 3 പ്ലസ് 30 ഇൻറ്റു 2, 330. 330 ഇൻറ്റു 80% ആണ് ഫാക്ടറി കോസ്റ്റ്, 264. ടോട്ടൽ 1109. ടോട്ടൽ ചെയ്യാം. അതേപോലെ തന്നെ ജോബ് നമ്പർ 120യുടെ ചെയ്യാം. ഓക്കെ, സോ ജോബ് നമ്പർ 120യുടെ മെറ്റീരിയൽ കോസ്റ്റ് 765, ഡയറക്റ്റ് ലേബർ 475, ഫാക്ടറി ഓവർ ഹെഡ് 380. ദെൻ ഒക്ടോബറിലെ ജോബ് നമ്പർ 120യുടെ മെറ്റീരിയൽ കോസ്റ്റ് 665, ലേബർ കോസ്റ്റ് 75 ഇൻറ്റു 3 പ്ലസ് 10 ഇൻറ്റു 2, ദെൻ ഫാക്ടറി ഓവർ ഹെഡ് 80% ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 245, 196. ദെൻ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇട്ടാൽ ടോട്ടൽ ചെയ്യാം. ഓരോ ജോബിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യാം. സോ നമ്മൾ ഫാക്ടറി കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് ഇൻവോയ്സ് പ്രൈസ് ആണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റിൻ്റെ ഒപ്പം 10% അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്യണം, 20% പ്രോഫിറ്റ് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻവോയ്സ് പ്രൈസ് ഓഫ് കംപ്ലീറ്റഡ് ജോബ്. ഫാക്ടറി കോസ്റ്റ് എടുത്ത് എഴുതാം. ജോബ് നമ്പർ 115ൻ്റെ 2990, ജോബ് നമ്പർ 118ൻ്റെ 2819, 120യുടെ 2726 എടുത്തെഴുതുക. അതിൻ്റെ 10% കണ്ടുപിടിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡാണ്. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ കോസ്റ്റിൻ്റെ 20% കമ്പ്യൂട്ട് ചെയ്യുക. 3289 ഇൻറ്റു 20%, 657.80 ആഡ് ചെയ്യുക. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 3946.80. അതേപോലെ 3 ജോബിൻ്റെയും കണ്ടുപിടിക്കാം. To compute notional profit and estimated profit on a contract which has been 90% complete from the following particulars. So notional profit എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? കോൺട്രാക്ട് അക്കൗണ്ട് വരച്ച്. സോ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം കാണിക്കും. സോ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് സർട്ടിഫൈഡ് ഉണ്ടാവും, ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, പ്ലാന്റ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ബാക്കി എക്സ്പെൻസസ്, മെറ്റീരിയലിൻ്റെ എക്സ്പെൻസസ്, പ്ലാന്റ് പർച്ചേസ്ഡ്, അങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് സൈഡിലുണ്ടാവും. സോ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. സോ ഫോർമുല എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഫോർമുല എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വാല്യൂ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് മൈനസ് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ്. ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് മൈനസ് ചെയ്യുമ്പോൾ നോഷണൽ പ്രോഫിറ്റ് കിട്ടും. സോ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് എത്ര? 550,800 പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് 34,000 മൈനസ് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടിൽ ഡേറ്റ് 4,55,000 ചെയ്യുമ്പോൾ നോഷണൽ പ്രോഫിറ്റ് എടുക്കും. ഫർദർ എക്സ്പെൻഡിച്ചർ എടുക്കരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചർ ടിൽ ഡേറ്റ് പ്ലസ് ഫർദർ എക്സ്പെൻഡിച്ചർ. സോ കോൺട്രാക്ട് പ്രൈസ് എത്ര? 612,000 മൈനസ് expenditure to date 4,50,000 minus estimated further expenditure to complete the contract 25,000 ചെയ്യുമ്പോൾ estimated profit കിട്ടും. Next, third question. AKP Builders Limited commenced a contract on 1st April 2020. The total contract was for 5 lakh. So contract price 5 lakh. Actual expenditure for the period 1st April 2020 to March
31st 2021 and estimated expenditure for 1st April 2021 to 31st December 2021 are given below. So 1st April 2020 മുതൽ 31st March 2021 വരെയുള്ള ഡീറ്റെയിൽസ്. സോ 1 ഇയറിലെ ഡീറ്റെയിൽസും 1 ഇയറിലെ ആക്ച്വൽ എക്സ്പെൻഡിച്ചറും ദെൻ 1st April 2021 മുതൽ 31st December 2021 വരെയുള്ള 9 മാസത്തെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഇഷ്യൂഡ്, വേജസ് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. സോ എക്സ്പെൻസസിൻ്റെ കേസിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആഡ് ചെയ്യണം, ബിഗിനിങ് മൈനസ് ചെയ്യണം. Then planned 25,000. Then sundry expenses paid. Expenses prepaid at the end minus ചെയ്യണം. Outstanding expense at the end add ചെയ്യണം. Prepaid expense at the end minus ചെയ്യണം. Then establishment charges 14,625. A part of the material was unsuitable and was sold for 18,125. Cost being 15,000 and a part of plan was scrapped and disposed of for 2,875. സോ മെറ്റീരിയൽ 18,125 സെല് ചെയ്തു. ആ സെല് ചെയ്ത മെറ്റീരിയലിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. സോ അവിടെ ഒരു ഡിഫറൻസ് 3,125 പ്രോഫിറ്റ് വരുന്നുണ്ട്. അത് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് പോകണം. ആൻഡ് എ പാർട്ട് ഓഫ് പ്ലാൻ വാസ് സ്ക്രാപ്ഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് ഫോർ 2,875. സോ പ്ലാന്റ് 2,875 സെല് ചെയ്തു. വാല്യൂ ഓഫ് പ്ലാൻ അറ്റ് സൈറ്റ് ഓൺ 31st March 2021 വാസ് 7,750. സോ planet side closing balance 7750, material name closing balance 4250. Cash received on account to date was 1,75,000 representing 80% of work certified. So 80% of work certified ആണ് 1,75,000 അത്രയും ക്യാഷ് കിട്ടി. സോ വർക്ക് സർട്ടിഫൈഡ് ഇൻറ്റു 80% ആണ് ക്യാഷ് റിസീവ്ഡ് 1,75,000. സോ വർക്ക് സർട്ടിഫൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1,75,000 ഡിവൈഡഡ് ബൈ 80% ചെയ്യുമ്പോൾ വർക്ക് സർട്ടിഫൈഡ് കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടുണ്ട്. കോൺട്രാക്ടർ എസ്റ്റിമേറ്റഡ് ഫർദർ എക്സ്പെൻഡിച്ചർ ദാറ്റ് വുഡ് ബി ഇൻകേർഡ് ഇൻ കംപ്ലീഷൻ ഓഫ് കോൺട്രാക്ട്. സോ ഫർദർ എക്സ്പെൻഡിച്ചറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കോൺട്രാക്ട് വുഡ് ബി കംപ്ലീറ്റഡ് ബൈ 31st December. Further sum of 31,250 would have to be spent on the plan and residual value of the plan on completion of contract would be 3,750. Establishment charges would cost the same amount per month as in previous year. So establishment charges കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം 14,625 തന്നെയാണ് ഈ വർഷം മൊത്തം. പക്ഷേ ഇവിടെ 9 മാസത്തിനുള്ളിൽ കോൺട്രാക്ട് കംപ്ലീറ്റഡ് ആവും. സോ 9 മാസത്തെ പ്രൊപ്പോർഷനേറ്റ് എടുത്താൽ മതി. ഇൻറ്റു 9/12 പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എടുത്താൽ മതി. Then 10,800 would be sufficient to provide for contingencies. So expenditure 10,500 കൂടി വരും contingencies. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് അക്കൗണ്ട് ആണ്. ഫോർ ദ ഇയർ എൻഡ് 31st March 2021 വരുന്ന കോൺട്രാക്ട് അക്കൗണ്ടും എസ്റ്റിമേറ്റഡ് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. എസ്റ്റിമേറ്റഡ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് പ്രൈസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റിൽ ആക്ച്വൽ കോസ്റ്റും വരും, അതായത് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റും വരും, എസ്റ്റിമേറ്റഡ് ഫർദർ കോസ്റ്റും വരും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2021 പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ മെറ്റീരിയൽ ഇഷ്യൂഡ് 90,000. മെറ്റീരിയൽ ഇഷ്യൂഡ് 90,000. ദെൻ വേജസ് പെയ്ഡ് 75,000. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഉണ്ട്. എൻഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം 6,250. 75,000 plus 6,250 81,250. Then next planned 25,000. Planned purchased 25,000. Then sundry expenses paid 7,250. Prepaid at the end 6,250 ഉണ്ട്, അത് മൈനസ് ചെയ്യണം. 7,250 minus 6,250 6,625. Then establishment charges 14,625. Establishment charges 14,625. Part of the material sold for 18,125. So material sell ചെയ്തു. So ക്രെഡിറ്റ് സൈഡിൽ കുറേ അല്ലേ. സോ മെറ്റീരിയൽ സോൾഡ് 18,125. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. സോ 3,125 പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിൽ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. സോ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് 3,125. ദെൻ വാല്യൂ ഓഫ് പ്ലാനറ്റ് സൈറ്റ് ക്ലോസിംഗ് പ്ലാനറ്റ് സൈറ്റ് 7,750. മെറ്റീരിയൽ അറ്റ് സൈറ്റ് 4,250.
ക്രെഡിറ്റിൽ ക്ലോസിംഗ് ബാലൻസ് കൊടുക്കുക, മെറ്റീരിയൽ അറ്റ് സൈറ്റ്, പ്ലാൻ അറ്റ് സൈറ്റ്. ദെൻ വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ് കൊടുക്കുക. വർക്ക് സർട്ടിഫൈഡ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 1,75,000 ഡിവൈഡഡ് ബൈ 80% ചെയ്യുമ്പോൾ 218,750 വർക്ക് സർട്ടിഫൈഡ് കിട്ടും. വർക്ക് അൺസർട്ടിഫൈഡ് വന്നിട്ടുണ്ട് 27,375 ടോട്ടൽ ചെയ്യാം. ദെൻ കോൺട്രാക്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ we will get the balancing figure 58,500 as notional profit. ഓക്കെ, സോ 31st March 2021 എൻഡ് ചെയ്യുന്ന കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ദെൻ എസ്റ്റിമേറ്റഡ് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിന് ആദ്യം തന്നെ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. സോ കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഈ വർഷത്തെ 2020-21 കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെബിറ്റ് മൈനസ് ക്രെഡിറ്റ്, അതായത് മെറ്റീരിയലിൻ്റെ ഡെബിറ്റ് ഒക്കെ ആഡ് ചെയ്യുക, ക്രെഡിറ്റ് മൈനസ് ചെയ്യുക. 90,000 പ്ലസ് പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ബിക്കോസ് മെറ്റീരിയൽ സെല് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റാണ് 3,125 മൈനസ് മെറ്റീരിയൽ സോൾഡ് 1,8,125 മൈനസ് മെറ്റീരിയൽ അറ്റ് സൈഡ്, ക്ലോസിംഗ് മെറ്റീരിയൽ അറ്റ് സൈഡ് 4,250. സോ ഡെബിറ്റിലെ മെറ്റീരിയലെല്ലാം ആഡ് ചെയ്തു, ക്രെഡിറ്റിൽ മൈനസ് ചെയ്തപ്പോൾ we will get 70,750 ആണ് കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ്. ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത എത്ര 85,750. അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് മെറ്റീരിയലിൻ്റെ ബാലൻസ് എടുക്കണം. ക്ലോസിംഗ് പ്ലസ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ്. സോ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ്. സോ ഓപ്പണിംഗ് എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് 4,250 പ്ലസ് ഈ വർഷം എത്ര പർച്ചേസ് ചെയ്തു 85,750 മൈനസ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മെറ്റീരിയലിൻ്റെ? ഇല്ല, ഈ വർഷത്തെ പറഞ്ഞിട്ടില്ല. December 21 എൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. സോ 90,000 കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 160,750. ദെൻ നെക്സ്റ്റ് ഇസ് വേജസ് നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് അക്കൗണ്ടിൽ കണ്ടുപിടിച്ചതാണ് കഴിഞ്ഞ വർഷത്തെ വേജസ്. ബിക്കോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഔട്ട്സ്റ്റാൻഡിങ് 81,250. ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? വേജസ് 87,325 ആണ് ഈ വർഷത്തെ, പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് 8,300 മൈനസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് 6,250 ചെയ്യുമ്പോൾ വേജസ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് പ്ലാന്റ്. കഴിഞ്ഞ വർഷത്തെ പ്ലാന്റ് കോൺട്രാക്ട് അക്കൗണ്ടിൽ നമുക്ക് നോക്കാം. പ്ലാന്റ് പർച്ചേസ്ഡ് 25,000, ദെൻ പ്ലാന്റ് സോൾഡ് മൈനസ് 2,875 മൈനസ് ക്ലോസിംഗ് വാല്യൂ ഓഫ് പ്ലാന്റ് 7,750 ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്ലാന്റിൻ്റെ കിട്ടും. അതാണ് കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ്. ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്. എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ്, അതായത് 7,750 പ്ലസ് പ്ലാന്റ് പർച്ചേസ്ഡ് ഇതിൽ തന്നിട്ടില്ല, പക്ഷേ ഫർദർ സം ഓഫ് 3,1,250 would have to be spent on the plan. So purchase ചെയ്തു പ്ലസ് 3,1,250 and residual value of plan on completion of contract, closing balance of plan ആണ് മൈനസ് 3,750. സോ പ്ലാനിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ്, അതായത് ഈ വർഷത്തെ ഓപ്പണിംഗ് പ്ലസ് 31,250 മൈനസ് 3,750 35,250 ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. കഴിഞ്ഞ വർഷത്തെ 14,625, ഈ വർഷത്തെ പറഞ്ഞിരിക്കുന്നത് വുഡ് കോസ്റ്റ് ദ സെയിം എമൗണ്ട് പെർ മന്ത് ആസ് ഇൻ ദ പ്രീവിയസ് ഇയർ. പക്ഷേ ഇവിടെ 9 മാസം യൂസ് ചെയ്യുന്നുള്ളൂ, എക്സ്പെൻസ് വരുന്നുള്ളൂ. സോ 14,625 ഇൻറ്റു 9/12 ടോട്ടൽ 25,594. ദെൻ നെക്സ്റ്റ് 10,800 വുഡ് ബി സഫീഷ്യൻറ്റ് ടു പ്രൊവൈഡ് ഫോർ കണ്ടീജൻസീസ്. കഴിഞ്ഞ വർഷം ഒന്നുമില്ല, സോ കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റ് ഒന്നുമില്ല. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കോളത്തിൽ 7,500 അല്ല 10,800 കണ്ടീജൻസി റിസർവ് വരും. നെക്സ്റ്റ് സൺട്രി എക്സ്പെൻസസ് പെയ്ഡ്. കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്തു. സൺട്രി എക്സ്പെൻസസ് 6,625. ദെൻ ഈ വർഷത്തെ സൺട്രി എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,875. ദെൻ കഴിഞ്ഞ വർഷത്തെ പ്രീപെയ്ഡ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രീപെയ്ഡ് ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് ആഡ് ചെയ്യും, ക്ലോസിങ്ങിലെ പ്രീപെയ്ഡ് മൈനസ് ചെയ്യും. സോ ഓപ്പണിങ്ങിലെ പ്രീപെയ്ഡ് 625 6,875 ഒപ്പം ആഡ് ചെയ്യുമ്പോൾ 7,500. സോ ടോട്ടൽ ചെയ്യുമ്പോൾ 14,125. സോ ഈ കോസ്റ്റ് എല്ലാം ടോട്ടൽ കോസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ we will get the total cost. അതിൽ നിന്നും കോൺട്രാക്ട് പ്രൈസ് മൈനസ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് പ്രൈസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ചെയ്യുമ്പോൾ
പോസിറ്റീവ് ഫിഗർ ആണ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 68,481. Question number 4. RST Construction Limited commenced a contract on 1st April 2020. Total contract was for 49,21,875. So contract price 49,21,875. Actual expenditure for the period 1st April 2020 to 31st March 2021. So ഒരു വർഷത്തെ expenditure. And estimated expenditure for April 1st 2021 to September 30th 2021. So April to September എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. സോ 1st April 2020 to 31st March 2021 ഒരു വർഷത്തെ എക്സ്പെൻഡിച്ചറും 1st April 2021 മുതൽ 30th September 2021 6 മാസത്തെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് ഇഷ്യൂഡ്, വേജസ് പെയ്ഡ്, പ്രീപെയ്ഡ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. സോ പ്രീപെയ്ഡ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്യണം. അതേപോലെ ക്ലോസിംഗ് പ്രീപെയ്ഡ് മൈനസ് ചെയ്യണം, ഓപ്പണിംഗ് പ്രീപെയ്ഡ് ആഡ് ചെയ്യണം. അതാണ് എക്സ്പെൻസസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ പ്ലാൻഡ് പർച്ചേസ്ഡ്, എക്സ്പെൻസസ് പെയ്ഡ്, അതും ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും തന്നിട്ടുണ്ട്. പ്ലാൻഡ് റിട്ടേൺ ടു സ്റ്റോഴ്സ് ഓൺ September 30th 2020 1 lakh പ്ലാൻഡ് റിട്ടേൺ ചെയ്തു. ദെൻ ഓൺ September 30th 2021 3 lakh പ്ലാൻഡ് റിട്ടേൺ ചെയ്തു. Work certified, work uncertified, cash received, materials at site. The plant is subject to annual depreciation at the rate of 25% of return down value method. So depreciation 25% ആണ്, return down value method ആണ്. Contract is likely to be completed on 30th September 2021. Required to prepare contract account for the year ended. So contract account prepare ചെയ്യണം for the year ended 31st March 2021. So ഈ പീരീഡിൽ contract account prepare ചെയ്യണം and determine the estimated profit on the contract. So estimated profit എന്ന് പറഞ്ഞാൽ എന്താ? Contract price minus expenditure incurred till date minus estimated further expenditure. So total expenditure contract price നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ estimated profit കിട്ടും. കോൺട്രാക്ട് അക്കൗണ്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. ഫസ്റ്റ് മെറ്റീരിയൽസ് ഇഷ്യൂഡ്, എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം, ഇൻകവും പിന്നെ എക്സ്പെൻസിൽ എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് ചെയ്യണം. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡ് ക്രെഡിറ്റ് ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ പ്ലാൻസ് എല്ലാം ക്രെഡിറ്റ് സൈഡ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യണം. സോ മെറ്റീരിയൽസ് ഇഷ്യൂഡ് 776,250. മെറ്റീരിയൽസ് ഇഷ്യൂഡ് 776,250. Then wages paid 517,500. Then prepaid ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. സോ ഈ വർഷത്തെ കോൺട്രാക്ട് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ പ്രീപെയ്ഡ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഔട്ട്സ്റ്റാൻഡിംഗ് 12,500 ആഡ് ചെയ്യണം, 37,500 മൈനസ് ചെയ്യണം. അപ്പോൾ 4,92,500. ദെൻ എക്സ്പെൻസസും അതേപോലെ തന്നെ 25,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ് 25,000 മൈനസ് പ്രീപെയ്ഡ് 15,000 ചെയ്യുമ്പോൾ 2,35,000 കിട്ടും. ദെൻ പ്ലാൻഡ് പർച്ചേസ്ഡും ക്ലോസിംഗ് പ്ലാൻഡും ഒന്നില്ലെങ്കിൽ പ്ലാൻഡ് പർച്ചേസ്ഡ് ഡെബിറ്റ് കാണിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാൻഡ് ക്രെഡിറ്റ് കാണിക്കുക. ഓർ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്യുക. സെയിം എഫക്റ്റ് ആണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ 200 കാണിച്ചു, ക്ലോസിങ്ങിൽ പ്ലാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. സോ നെറ്റ് ഇഫക്റ്റ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20 ആണ്. ആ 20 ഡയറക്റ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് കോൺട്രാക്ട് അക്കൗണ്ടിൽ കാണിച്ചാലും മതി. സോ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്ലാൻഡ് പർച്ചേസ്ഡ് എത്ര? 4 lakhന് പ്ലാൻഡ് പർച്ചേസ് ചെയ്തു. അതിൽ 1 lakh 30th September സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. സോ ടോട്ടൽ പ്ലാന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 lakh ആണ്. അതിൽ 1 lakh പ്ലാന്റ് ഇസ് റിട്ടേൺഡ് ഓൺ 30th September. ബാലൻസ് എമൗണ്ട് 3 lakh ഉണ്ട്. സോ ഈ 1 lakhൽ ഏപ്രിൽ മുതൽ 30th September വരെയുള്ള ഡിപ്രിസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് 1 lakh വരുന്ന പ്ലാന്റ് ആ പീരീഡിൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. സോ 1 lakh ഇൻറ്റു എത്ര % ഡിപ്രിസിയേഷനാണ്? 25% ഇൻറ്റു ഏപ്രിൽ ടു സെപ്റ്റംബർ 6 months. സോ ടോട്ടൽ 12,500 ആണ് ആ 1 lakh വരുന്ന പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ. ദെൻ 3 lakh എൻറ്റയർ ഇയർലി യൂസ് ചെയ്തു. സോ 3 lakh ഇൻറ്റു 25% ചെയ്താൽ 75,000 ആണ് എൻറ്റയർ ഇയർലി യൂസ് ചെയ്തത്. സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 87,500. സോ ഡിപ്രിസിയേഷൻ 87,500 കാണിക്കാം.
സോ പ്ലാനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ക്രെഡിറ്റ് കൊടുക്കുക ബൈ WIP. വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്. ദെൻ ക്യാഷ് റിസീവ്ഡ് കോൺട്രാക്ട് അക്കൗണ്ടിൽ എടുക്കില്ല. ദെൻ മെറ്റീരിയൽ സെറ്റ് സൈറ്റ് 82,500 ബൈ മെറ്റീരിയൽ സെറ്റ് സൈറ്റ്. ക്ലോസിംഗ് മെറ്റീരിയൽസ് 82,500. കോൺട്രാക്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ we will get the notional profit which shall be carried to costing P&L account. So contract account prepare ചെയ്തു. The next we need to find the estimated profit. Estimated profit എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രാക്ട് പ്രൈസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ടിൽ ഡേറ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് ഫർദർ കോസ്റ്റ്. So first we need to prepare a statement showing calculation of estimated profit. Particulars: cost incurred till date. Cost incurred till date എന്ന് പറയുന്നത് 1st April 20 മുതൽ 31st March 21 വരെ. Then estimated cost എന്ന് പറയുന്നത് 1st April 21 മുതൽ 30th September 21 വരെ. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ടോട്ടലിൽ നിന്ന് കോൺട്രാക്ട് പ്രൈസ് മൈനസ് ചെയ്യുമ്പോൾ we will get the estimated profit. So first മെറ്റീരിയൽ കോസ്റ്റ്, കോസ്റ്റ് incurred till date. കോൺട്രാക്ട് അക്കൗണ്ട് നോക്കാം. സോ കഴിഞ്ഞ വർഷത്തെ കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. സോ ഓപ്പണിംഗ് മെറ്റീരിയൽസ് 776,250 ആണ്. ക്ലോസിംഗ് മെറ്റീരിയൽസ് 82,500 ആണ്. സോ അതിലൊന്ന് എക്സ്പെൻസ് എന്ന് പറയുന്നത് 776,250 മൈനസ് 82,500 69,370 ആണ്. കോസ്റ്റ് ടിൽ ഡേറ്റ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ടിൽ ഡേറ്റ്. ദെൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മെറ്റീരിയൽ ഈ വർഷം 6 മാസം ഇഷ്യൂ ചെയ്തത് 1299,375 ആണ്. ഓക്കെ. ദെൻ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് പ്ലസ് മെറ്റീരിയൽ ഇഷ്യൂഡ് മൈനസ് ക്ലോസിംഗ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഓപ്പണിംഗ്, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് എത്രയാണ്? 82,500. ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് 82,500, ഈ വർഷത്തെ ഓപ്പണിംഗ് ആണ്. സോ 82,500 പ്ലസ് ഈ വർഷം ഇഷ്യൂ ചെയ്തത് എത്ര? 1299,375 മൈനസ് ഈ വർഷത്തെ ക്ലോസിംഗ് എത്ര? മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് 42,500, ഈ വർഷത്തെ ക്ലോസിംഗ്. സോ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് മെറ്റീരിയലിൻ്റെ 13,39,375 കിട്ടും. സോ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കോസ്റ്റ് 69,370 പ്ലസ് 13,39,375 20,33,125 ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് വേജസ്. വേജസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. കോൺട്രാക്ട് അക്കൗണ്ടിൽ നോക്കിയാൽ മതി. 492,500 ആണ് കഴിഞ്ഞ വർഷത്തെ വേജസ്. 492,500. ഈ വർഷത്തെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ. ഈ വർഷത്തെ വേജസ് എത്ര? 618,750. നേരത്തെ പറഞ്ഞു ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്യണം, ക്ലോസിങ്ങിൽ പ്രീപെയ്ഡ് മൈനസ് ചെയ്യണം, ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിങ്ങിൽ പ്രീപെയ്ഡ് ആഡ് ചെയ്യണം. ഓക്കെ. സോ വേജസ് പെയ്ഡ് 618,750യോടൊപ്പം ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, 5750 ആഡ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് അപ്പോൾ മൈനസ് ചെയ്യണം, 12,500 മൈനസ് ചെയ്യണം. ഈ വർഷത്തെ പ്രീപെയ്ഡ് മൈനസ് ചെയ്യണം, ക്ലോസിങ്ങിലെ പ്രീപെയ്ഡ് മൈനസ് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ പ്രീപെയ്ഡ് ആഡ് ചെയ്യണം, 37,500. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ക്ലോസിങ് ആഡ് ചെയ്യണമെങ്കിൽ പ്രീപെയ്ഡ് മൈനസ് ചെയ്യണം. സോ ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു, ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്തു, ഓപ്പണിങ്ങിൽ പ്രീപെയ്ഡ് ആഡ് ചെയ്തു, ക്ലോസിങ്ങിൽ പ്രീപെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്തില്ല. സോ വേജസ് 649,500. ടോട്ടൽ കോസ്റ്റ് 1142,000. എക്സ്പെൻസും സെയിം തന്നെ. കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ എടുക്കാം. 3,75,000 ആണ് എക്സ്പെൻസ് പേ ചെയ്തത്. അതിൻ്റെ ഒപ്പം ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിങ് 10,000 ആഡ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് 25,000 മൈനസ് ചെയ്യണം, പ്രീപെയ്ഡ് ഓപ്പണിംഗ് 15,000 ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് ക്ലോസിംഗ് ഒന്നുമില്ലാത്തതുകൊണ്ട് മൈനസ് ചെയ്യേണ്ട. സോ വി വിൽ ഗെറ്റ് എക്സ്പെൻസസ് 3,75,000. ടോട്ടൽ 6,10,000 കിട്ടും. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ ഓൾറെഡി കോൺട്രാക്ട് അക്കൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷം 87,500 കാൽക്കുലേറ്റ് ചെയ്തു. ഈ വർഷത്തെ 1st April 21 മുതൽ 30th September 21 വരെയുള്ള ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോ പ്ലാന്റ് എത്രയാണ് പർച്ചേസ് ചെയ്തത്? 4 lakh. സോ 4 lakhന് പ്ലാന്റ് പർച്ചേസ് ചെയ്തു. അതിൽ 1 lakh
സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. സോ ബാലൻസ് എന്ന് പറയുന്നത് ആസ് ഓൺ 1st April 2021 ബാലൻസ് എന്ന് പറയുന്നത് 3 lakh ആണ്. 3 lakhൻ്റെ 25% ഡിപ്രിസിയേഷൻ 75,000 മൈനസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ 1st April 2021 2,25,000 ആണ്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ 1st April 2021 കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ 25% ഡിപ്രിസിയേഷൻ ഇൻറ്റു എത്ര മാസമാണ്? April to September 6 months. സോ ഇൻറ്റു 6/12 2,25,000 ഇൻറ്റു 25% ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ 28,125 ആണ് ഈ വർഷത്തെ ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ 3 lakh മൈനസ് 25% ചെയ്യുക, 2,25,000 കിട്ടും. അത് ഇൻറ്റു 25% ഇൻറ്റു 6/12 ആണ് ഡിപ്രിസിയേഷൻ. ടോട്ടൽ കോസ്റ്റ് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ദെൻ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് വേജസ് പ്ലസ് എക്സ്പെൻസ് പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് കിട്ടും. എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇനി കോൺട്രാക്ട് പ്രൈസ് എത്ര? 49,21,875. സോ കോൺട്രാക്ട് പ്രൈസിൽ നിന്നും എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 10,21,125.